നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടെഹ്റാനിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയ. ഹനിയയുടെ പിൻഗാമി ആര്? ചോദ്യത്തിന് ഉത്തരം ഹനിയയുടെ പിൻഗാമിയായി യഹിയ സിൻവാർ. ഹമാസിന്റെ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി യഹിയ സിൻവാറിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഗാസയിൽ പ്രസ്ഥാനത്തെ നയിക്കുകയാണ് നിലവിൽ സിൻവാർ. ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന്റെ സൂത്രധാരനാണ് യഹിയ സിൻവാർ. യഹിയ സിൻവാർ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഇനി യുദ്ധം ഏത് രീതിയിലേക്ക് മാറും, യുദ്ധ സമവാക്യങ്ങൾ ഏത് രീതിയിലേക്ക് മാറുമെന്ന ആശങ്ക ശക്തമാവുകയാണ്. 2017 സിൻവാർ ഗാസയിലെ ഹമാസിന്റെ തലപ്പത്തേക്ക് വരുന്നത്. 22 വർഷത്തോളം ഇസ്രായേൽ ജയിലിലായിരുന്ന ഇദ്ദേഹം 2011 മോചിതനായി. ഹമാസിന്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ സ്ഥാപകരിൽ ഒരാളാണ് സിൻവാർ. ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസദീൻ അൽഗസം തലവനായിരുന്നു യഹിയ സിൻവാർ. 61കാരനാണ്. 23 വർഷം ഇസ്രായേൽ ജയിലിൽ കഴിഞ്ഞിരുന്നു. 2011 ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു. 1962 ഈജിപ്ഷ്യൻ ഭരിക്കുന്ന ഗാസയിലെ ഖാൻ യൂനിസ് അഭയാർത്ഥി ക്യാമ്പിൽ 1948 ഫലസ്തീൻ യുദ്ധത്തിൽ അഷ്കലോണിൽ നിന്ന് പലായനം ചെയ്ത ഒരു കുടുംബത്തിലാണ് സിൻവാർ ജനിച്ചത്. ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠനം പൂർത്തിയാക്കി. അവിടെ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദം നേടി. 1989 2 ഇസ്രായേൽ സൈനികരെയും സഹകാരികളായി കണക്കാക്കിയ 4 ഫലസ്തീനികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് സിൻവാറിനെ ഇസ്രായേൽ 4 ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. അങ്ങനെ 23 വർഷത്തോളം തടവ് നേരിട്ടു. ഹമാസിന്റെ സുരക്ഷാ ഉപകരണത്തിന്റെ സഹസ്ഥാപകരിൽ ഒരാൾ കൂടിയാണ് യഹിയ സിൻവാർ. 2017 അദ്ദേഹം ഹമാസിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്ത വർഷം തന്നെ ഇസ്രായേൽ അധിനിവേശത്തിനെതിരെ സമാധാനപരവും ജനകീയവുമായ ചെറുത്തുനിൽപ്പ് തുടരുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു യഹിയ സിൻവാർ. 2021 ഹമാസിന്റെ നേതാവായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. 2015 സെപ്റ്റംബറിൽ സിൻവാറിനെ അമേരിക്കൻ സർക്കാർ ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു. ഹമാസിനെയും ഇസ്അദ്ദീൻ അൽഗസാം ബ്രിഗേഡിനെയും അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റ് രാജ്യങ്ങളും തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിച്ചിരുന്നു. 2024 മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പ്രോസിക്യൂട്ടറായ കരീം ഖാൻ പലസ്തീനിലെ ICC അന്വേഷണത്തിന്റെ ഭാഗമായി യുദ്ധക്കുറ്റങ്ങൾക്കും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്കും സിൻവാറിനെതിരെ അറസ്റ്റ് വാറന്റിന് അപേക്ഷിക്കാനുള്ള തന്റെ ഉദ്ദേശത്തെ നീക്കങ്ങളെ ശക്തമാക്കി. ഹമാസിന്റെ ഏറ്റവും പ്രമുഖ നേതാക്കളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ആളാണ് യഹിയ സിൻവാർ. 1982 സിൻവാർ ആദ്യമായി അറസ്റ്റിലായി. മാസങ്ങളോളം ഫറാ ജയിലിൽ തടവ് നേരിട്ടു. അവിടെ സലാ ഷെഹാദെ ഉൾപ്പെടെയുള്ള മറ്റ് പലസ്തീനിയൻ പ്രവർത്തകരെ കാണുകയും പലസ്തീൻ ആവശ്യത്തിനായി സ്വയം സമർപ്പിക്കുകയും ചെയ്തു. 1988 2 ഇസ്രായേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താനും ഇസ്രായേലുമായി സഹകരിച്ചുവെന്ന് സംശയിക്കുന്ന 4 ഫലസ്തീനികളെ കൊലപ്പെടുത്താനും സിൻവാർ പദ്ധതിയിട്ടു. ആ വർഷം ഫെബ്രുവരിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഗാസി അഹമ്മദ് പറയുന്നതനുസരിച്ച് സിൻവാറിന്റെ ജയിൽവാസം അദ്ദേഹത്തിന്റെ നേതൃഗുണങ്ങളെ രൂപപ്പെടുത്തുന്ന പരിവർത്തനാത്മകമായി മാറിയെന്നാണ്. എന്തായാലും ഇപ്പോൾ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഹനിയയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നത് വലിയൊരു ആശങ്ക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.